നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ പ്രതിഷേധ സംഗമം നടന്നു. DCC സെക്രട്ടറി മുനീർ എരവത്ത് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച സർക്കാർ നടപടിക്കെതിരെ ജനുവരി 24 നടക്കുന്ന പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സെറ്റോ കൊയിലാണ്ടി താലൂക്ക് കമ്മിറ്റി പേരാമ്പ്രയിൽ പ്രചരണ ജാഥയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. പ്രതിഷേധ സംഗമം DCC ജനറൽ സെക്രട്ടറി മുനീർ എരവത്ത് ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലകളിലും കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തി എല്ലാം പിണറായി വിജയന്റെ മാജിക് ബോക്സിലേക്ക് എവിടെ ഇടപാട് നടന്നാലും പണമെത്തുന്ന തരത്തിൽ അഴിമതിയുടെ കൂടാരമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. അതുകൊണ്ട് അധ്യാപകരുടെയും ജീവനക്കാരുടെയും പ്രശ്നം മാത്രമല്ല, കേരളത്തിലെ ഒരു സാമാന്യ ജനതയുടെയും വിഷയങ്ങളിലേക്ക് ഇടപെടാനോ അത് പരിഹരിക്കാനോ കൽപ്പില്ലാത്ത ഒരു ഏകാധിപതിയായ സ്വേച്ഛാധിപതിയായ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന പോലീസ് വലയത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളം ഭരിക്കുന്നത്. കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ജനങ്ങൾ ഭയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി, 42 വാഹനങ്ങൾ അകമ്പടിയോടെ സഞ്ചരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ അല്ലെങ്കിൽ റോഡുകളിലൂടെ വീതികളിലൂടെ സഞ്ചരിക്കുമ്പോ മണിക്കൂറുകൾക്ക് മുമ്പ് റോഡ് വിജനമാക്കി ഒരു മനുഷ്യൻ പോലുമില്ലാത്തൊരു ഈച്ച പോലുമില്ല എന്ന് ഉറപ്പുവരുത്തി വിജനമായ റോഡുകളിലൂടെ 42 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്ന പേടിത്തൊണ്ടനായ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നു. സെറ്റോ താലൂക്ക് ചെയർമാൻ വി പ്രതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K പ്രദീപൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K മധുകൃഷ്ണൻ, VB രാജേഷ്, സജീവൻ കുഞ്ഞോത്ത്, KP രാധാകൃഷ്ണൻ, NT ജിതേഷ്, K രാമചന്ദ്രൻ, K ദിനേശൻ, ചിത്ര ടീച്ചർ, ലജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.